ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. സീതാവിരഹം കൊണ്ട് സംതപ്ത ഹൃദയനായ ശ്രീരാമൻ കൽപ്പാന്തത്തിലെ അഗ്നി പോലെ ജ്വലിച്ച് ലോകം മുഴുവൻ നശിപ്പിക്കത്തക്ക നിലയിൽ ആ പർവ്വതത്തെ ഒന്ന് നോക്കി നെടുവീർപ്പൊന്നിട്ടു. ദക്ഷയാഗാവസരത്തിൽ ക്രോധം മൂർത്തീകരിച്ച സംഹാര രുദ്രദേവനെ പോലെ നിൽക്കുന്ന ജ്യേഷ്ഠനെ ഇത്തരത്തിൽ ഇതിനു മുമ്പ് ഒരിക്കലും ലക്ഷ്മണൻ കണ്ടിട്ടില്ല. കോപാനലൻ്റെ ജ്വാല തട്ടിയെന്ന പോലെ സൗമിത്രിയുടെ വായ് വരണ്ടു, ആകെ വിളർത്തു. തൊഴുതുകൊണ്ട് പതുക്കെ ഉണർത്തി, മഹാപ്രഭോ, അവിടുന്ന് ഈ ക്ഷണം വരെ മൃദുസ്വഭാവിയും ദാന്തനും എല്ലാ ജീവജാലങ്ങൾക്കും സന്തോഷമേകുവാൻ ഒരുങ്ങിയിരുന്നവനും ആയിരുന്നു. ദേവാ, ദ്വേഷത്തിന് കീഴടങ്ങി സ്വഗുണങ്ങളെ കളയരുതേ. പൂർണ്ണചന്ദ്രൻ്റെ ആഹ്ലാദകാരിത്വം, സൂര്യൻ്റെ കാന്തി, വായുവിൻ്റെ വേഗത, ഭൂമിയുടെ ക്ഷമ, ഇതെല്ലാം മഹാപ്രഭുവായ ജ്യേഷ്ഠനിൽ ഒന്നിച്ചു ചേർന്നിട്ടുണ്ട്. മാത്രമല്ല, നിഷ്കളങ്കമായ കീർത്തിയും. ഏതോ ഒരാൾ തെറ്റു ചെയ്തു, അതുകാരണം ഈ ലോകത്തെ മുഴുവൻ മുടിക്കരുതേ. ഈ യുദ്ധരഥം ആരുടെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുമില്ല. അനേകവിധ ശസ്ത്രാസ്ത്രങ്ങളോടുകൂടിയ ഈ തേരിനെ ആരാണിങ്ങനെ പൊടിച്ചിട്ടത്? എന്തിനായിട്ടാണ്? ഒന്നും അറിയുന്നില്ല പ്രഭോ. കഠിനങ്ങളായ കുളമ്പടികൾ ഇവിടെ മുഴുവനും കാണുന്നുണ്ട്. ചെഞ്ചോര അണിഞ്ഞ് ചിന്നിച്ചിതറിയിരിക്കുന്നു. വരദാതാവായ ജ്യേഷ്ഠ, ഇത് രണ്ടാൾ തമ്മിലുള്ള പോരല്ല, ഒരാളെ മാത്രമേ കാണുന്നുള്ളൂ. മറ്റൊരാളുടെയോ പടകളുടെയോ കാലടികൾ പതിഞ്ഞു കാണുന്നില്ല. പുരുഷോത്തമ, ഈ ഒരാൾ കാരണം ലോകത്തെ തന്നെ നശിപ്പിക്കരുതേ. കുറ്റം ചെയ്തവരെ ശിക്ഷിക്കുകയാണ് മൃദുസ്വഭാവികളും ധാന്തരുമായ നരാധിപന്മാർ പതിവ്. സർവ്വജീവജാലങ്ങൾക്കും ഒരേ ഒരു അഭയകേന്ദ്രം അവിടുന്നല്ലേ. അനാഥന്മാർക്ക് ആശ്രയമായിട്ടുള്ളത് മറ്റാരാണ്? മഹാപ്രഭുവായ അവിടുത്തെ ധർമ്മപത്നിയുടെ നാശം നന്നായി എന്ന് സജ്ജനങ്ങൾ ആരെങ്കിലും വിചാരിക്കുമോ? നദികൾ, സമുദ്രങ്ങൾ, ദേവന്മാർ, ഗന്ധർവന്മാർ, ദൈത്യന്മാർ തുടങ്ങി എല്ലാം ഒത്തുചേർന്നാൽ കൂടി അവിടത്തേക്ക് അനിഷ്ടമായൊരു കാര്യം ചെയ്യുവാൻ സാധിക്കില്ല എന്ന് എനിക്കറിയാം. വ്രതനിഷ്ഠയോടെ തപസ്സു ചെയ്യുന്ന ഒരാളെ ശ്രേഷ്ഠനായ ഒരാൾക്ക് എതിർക്കുവാൻ കഴിയുമോ? ജ്യേഷ്ഠത്തിയെ കട്ടതാരാണെന്ന് നമുക്ക് ഒന്നാമതായി അന്വേഷിക്കണം. ചാപപാണിയായ അവിടുന്ന് എന്നോടൊന്നിച്ച് പുറപ്പെടുക. നമ്മെ സഹായിക്കാൻ അക്ഷയ തപോധനം സമ്പാദിച്ച മഹർഷിമാരുണ്ട്. ആഴികൾ, പർവ്വതങ്ങൾ, ഘോരവനങ്ങൾ, നദികൾ, സരസുകൾ എന്നിവിടങ്ങളിൽ മാത്രമല്ല, ദേവഗന്ധർവ ലോകങ്ങളിലും കൂടി ശ്രദ്ധ വെച്ച് നമുക്ക് അന്വേഷിക്കാം. അവിടുത്തെ പത്നിയെ, എൻ്റെ ജ്യേഷ്ഠത്തിയെ കാണുന്നത് വരെ ഉത്സാഹിക്കാം. സാമോപായത്താൽ സുരവരന്മാർ പ്രസാദിച്ച് എൻ്റെ ജ്യേഷ്ഠത്തിയെ തന്നില്ലെങ്കിൽ അപ്പോൾ ഉചിതമായത് ചെയ്യാം. മര്യാദ, സാമവചനം, നയം, വിനയം എന്നിവ കൊണ്ട് ദേവിയെ കിട്ടാതെ വന്നാൽ അപ്പോൾ ഇന്ദ്രവജ്രം പോലെയുള്ള അസ്ത്രങ്ങളാൽ നമുക്ക് നേടുവാൻ സാധിക്കും. ദുഃഖം കൊണ്ട് മനസ്സുടന ദ്വേഷത്താൽ അന്ധനെ പോലെ നിൽക്കുന്ന ജ്യേഷ്ഠനെ സമാശ്വസിപ്പിക്കാൻ അർത്ഥപൂർണങ്ങളായ വാക്കുകൾ പറഞ്ഞ ലക്ഷ്മണൻ ഏവർക്കും നാഥനാണെങ്കിലും അനാഥനെ പോലെ ഭാവിക്കുന്ന ശ്രീരാമചന്ദ്രനെ ദണ്ഡനമസ്കാരം ചെയ്തു. ആ തൃപ്പാദങ്ങളെ ഗാഢമായി പിടിച്ചുകൊണ്ട് തുടർന്നു. പ്രഭോ, ദേവന്മാർ അമൃത് സമ്പാദിച്ചതുപോലെ അസാമാന്യ സത്കർമ്മങ്ങളാലും അത്യുഗ്ര തപസ്സിനാലുമാണ് മഹാരാജ ദശരഥന് അവിടുത്തെ സീമന്തപുത്രനായി ലഭിച്ചത്. അവിടുന്ന് വീർപിരിഞ്ഞപ്പോൾ, അവിടുത്തെ ഗുണങ്ങളാകുന്ന കെട്ടുകൾ വേർപെട്ടപ്പോൾ പിതാവ് വിണ്ണേറിയെന്ന് ചെറിയ ജ്യേഷ്ഠൻ പറഞ്ഞില്ലേ? ഇപ്പോൾ വന്ന ദുഃഖത്തെ ധീരധീരനായ അവിടത്തേക്ക് സഹിക്കുവാൻ സാധിക്കാതെ വന്നാൽ ഭീരുവും സാധുവുമായ ഒരുവൻ്റെ സ്ഥിതി എന്താകും? വ്യസനാധിക്യത്താൽ അവിടുന്ന് ഈ ലോകത്തെ ചുട്ടെരിച്ചാൽ സാധുക്കളായ നാട്ടുകാർ എന്താണ് ചെയ്യുക? അവിടുന്ന് ആശ്വസിക്കണേ, പ്രസാദിക്കണേ. ഏതൊരു ദേഹിക്കാണ് യാതൊരു ആപത്തും ഇല്ലാതെ ജീവിക്കുവാൻ കഴിയുക? ചെന്തി പോലെയാണ് ദുഃഖം മനുഷ്യനെ പിടികൂടുന്നത്. പെട്ടെന്ന് ആള് കത്തും, അടുത്ത നിമിഷത്തിൽ കെട്ടടങ്ങി ശീതളമാകും. ഇതൊരു ലോകനിയമം മാത്രം. യയാതി മഹാരാജാവ്, നഹൂഷൻ, തൽപുത്രൻ തുടങ്ങിയവൻ സ്വർഗരാജ്യത്തിൽ വസിച്ചിട്ട് പോലും അനർത്ഥങ്ങൾ അനുഭവിച്ചില്ലേ? നമ്മുടെ അഭിവന്ദ്യ പിതാവിൻ്റെ ആചാര്യൻ കൂടിയായ വസിഷ്ഠ ബ്രഹ്മർഷിയുടെ 100 പുത്രന്മാരും ഒരൊറ്റ ദിവസത്തിൽ വധ്യരായി തീർന്നില്ലേ? സർവചരാചരങ്ങൾക്കും മാതാവായ മേദിനി ദേവിക്കും ചലനം സംഭവിക്കാറില്ലേ? സത്യസ്വരൂപിയായ ജ്യേഷ്ഠ, ഈ ജഗത്തിൻ്റെ കണ്ണുകൾ സർവധർമ്മങ്ങൾക്കും ഊന്നുകൾ സൂര്യചന്ദ്രന്മാരാണല്ലോ. അവരും ഗ്രസിക്കപ്പെടാറില്ലേ? സർവ അന്തർയാമിയായ ദൈവത്തിൻ്റെ വിധിവിലാസത്തിൽ നിന്ന് മഹാത്മാക്കൾക്കും ദേവന്മാർക്കും കൂടി ഒഴിഞ്ഞു നിൽക്കുവാൻ സാധ്യമല്ലല്ലോ. ദേവേന്ദ്രനിൽ കൂടി സുഖദുഃഖങ്ങൾ ഇടകലർന്നു വരുന്നതായി കേൾക്കാറില്ലേ? പുരുഷവ്യാക്രനായ അവിടുന്ന് ഇങ്ങനെ വ്യസനിക്കുന്നത് ശരിയല്ല. ദേവി ജ്യേഷ്ഠത്തി മോഷ്ടിക്കപ്പെട്ടാലും മരണപ്പെട്ടാലും കൂടി സാധാരണക്കാരനെ പോലെ അവിടുന്ന് വ്യസനിക്കുകയോ? സത്യത്തിൻ്റെ സത്ത് എന്താണെന്ന് വ്യക്തമായി കണ്ട അവിടുത്തെ പോലെ ഉള്ളവർക്ക് എത്ര വലിയ കഷ്ടപ്പാട് വന്നാലും ബുദ്ധിക്ക് മങ്ങലുണ്ടാകുവാൻ വഴിയില്ലല്ലോ.
അവിടുത്തെ ചിന്ത നേർമാർഗത്തിലേക്ക് തിരിക്കണേ. നന്മയും തിന്മയും വ്യക്തമായി കാണുന്നത് ജ്ഞാനക്കണ്ണുകൊണ്ടാണല്ലോ. വിജ്ഞന്മാരുടെ കണ്ണ് ബുദ്ധിയല്ലേ? ഒരുപക്ഷെ നന്മയും തിന്മയും വേർതിരിച്ചറിയാതെ പലതും ചെയ്തുകൊണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫലം ഒരിക്കലും അനുഭവിക്കേണ്ടി വരികയില്ല. പ്രഭോ, അജ്ഞനായ അടിയനോട് അവിടുന്ന് തന്നെ ഇത്തരം കാര്യങ്ങൾ 100 വട്ടം ഉപദേശിച്ചതല്ലേ? സാക്ഷാൽ വചസ്പതിക്ക് പോലും അവിടുത്തെ പഠിപ്പിക്കുവാൻ വിജ്ഞാനം ഇല്ലെന്ന് എനിക്കറിയാം. അമരവരന്മാർക്ക് കൂടി അചിന്ത്യമായ ബുദ്ധിവൈഭവമാണ് അവിടേക്ക്. ദുഃഖം കൊണ്ട് അല്പമൊന്ന് തളർന്നുറങ്ങിയ ബുദ്ധിയെ ഉണർത്തുക മാത്രമേ അടിയൻ ചെയ്യുന്നുള്ളൂ. മനുഷ്യശക്തിയല്ല അവിടുത്തേക്ക് ഉള്ളത്. മഹാപ്രഭോ, എല്ലാം അറിയുന്നവനും അനേകം ദിവ്യശക്തികൾ അടങ്ങിയവരുമായ അവിടുന്ന് ശത്രുക്കളെ നിഗ്രഹിക്കുവാൻ ഒരുങ്ങണേ. മാനുഷവും ദിവ്യവുമായ ആത്മാവിൻ്റെ പരാക്രമം ഓർമ്മിക്കണേ. ചരാചരങ്ങളെ മുഴുവൻ നശിപ്പിച്ചിട്ട് എന്താണ് കാര്യം? നമ്മുടെ ശത്രു ആരാണെന്ന്, ഇത്തരം മഹാപാപ കർമ്മനിരതൻ ആരാണെന്ന് അറിയുവാൻ ശ്രമിക്കുക. ആ കോരനെ കുടുംബം നശിപ്പിക്കുകയല്ലേ അവിടുത്തെ കർത്തവ്യം. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.